വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ളോഗ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് അവർക്കും സുസ്വാഗതം. ഞാൻ വിഷ്ണു പ്രസാദ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാളയൻകുടം പഴം വെച്ച് ഒരു ജാമാണ്. അടിപൊളി ജാമാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോയി. അപ്പൊ അതെ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. 10 പാളയൻകുടം പഴം എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം, കുറച്ച് പഞ്ചസാര, കുറച്ച് ഗ്രാമ്പു, കുറച്ച് നാരങ്ങ നീര്. ഈ പാളയൻകുടം പഴം എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് ചെറുപഴം എന്നൊക്കെ ചില നാട്ടിൽ പറയാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ടൊന്നും ആരും തിന്നാറില്ല. ഇത് ഒരുപാട് വേസ്റ്റ് ആക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ വേസ്റ്റ് ആക്കിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു കുക്കറിലേക്ക് പൊളിച്ചിടാം. ഓരോ പഴവും ഇതിലേക്ക് പൊളിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഞെരടി കൊടുക്കണം. ഇത് എല്ലാം കൂടെ പൊളിച്ചിട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഞെരടി കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഞെരടി കൂട്ടാം. ഇത് ഞെരിടാൻ എളുപ്പമാണ്, കാരണം നല്ലോണം പഴുത്ത പഴമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് പാളയൻകുടം പഴമായിട്ട് തന്നെ നല്ല ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉള്ള പഴം. അപ്പോൾ ഇത് ഞാലിപ്പൂവൻ പഴം വെച്ച് റോബസ്റ്റ പഴം വെച്ചൊക്കെ നമുക്ക് ജാം ഉണ്ടാക്കാം. പക്ഷേ അതിന് കിട്ടുന്നതിനേക്കാളും രുചി പാളയൻകുടം പഴം വെച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ഞെരടി കൂട്ടും. അപ്പോൾ അതെ നമ്മുടെ പഴം കണ്ടോ നല്ലോണം ഞാൻ ഞെരടി എടുത്തിട്ടുണ്ട്. ഈ പഴത്തിനൊക്കെ ഒട്ടും വിലയില്ല പാളയൻകുടം പഴം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിലുണ്ടാകുവാണെങ്കിൽ തന്നെ തിന്ന് തീർക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുട്ടിനൊക്കെ കൂട്ടാൻ അടിപൊളിയാണ് ഈ പഴം. അപ്പം ഈ പഴമൊക്കെ നിങ്ങൾ എന്നായാലും ഒന്ന് മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇതുപോലെ നല്ല ഈ ഒരു കപ്പിൽ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗ്ലാസ് കണക്കിനൊക്കെ പറയുകയാണെങ്കിൽ 2 ഗ്ലാസ് കാണുമായിരിക്കും. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും വെള്ളം കണ്ടോ കറക്റ്റായിട്ട് അത് നല്ലോണം മുങ്ങി കിടക്കുന്നുണ്ട്. ആ ഒരു വെള്ളം മതി കണ്ടോ. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ചു വെച്ച് നല്ലോണം ഒന്ന് വേവിക്കണം. ഇത് ഏകദേശം ഒരു വിസിൽ വരുമ്പോൾ നല്ലോണം വേവും, നല്ലോണം കുഴഞ്ഞു കിട്ടും. അപ്പോൾ ആ ഒരു വിസിൽ വരെ നല്ലോണം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ആ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ പഴം നല്ലോണം വെന്ത് അതിൻ്റെ പൾപ്പൊക്കെ അങ്ങ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പൾപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ആ പാത്രത്തിലേക്ക് തന്നെയാണ് അരിച്ചെടുക്കുന്നത്. അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിതുപോലെ നെക്കി അതിൻ്റെ പൾപ്പെല്ലാം എടുക്കണം. കാരണം അത് നമുക്ക് ഫുൾ അതിൻ്റെ അകത്തും കാണും. അതെല്ലാം നമ്മൾ എടുക്കണം. കണ്ടോ നമുക്ക് മുഴുവൻ എടുക്കും. നമ്മുടെ ആ പൾപ്പ് കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കട്ടിയിൽ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചവര്. 10 പഴത്തിൻ്റെ ചവരാണിത്. അപ്പോൾ ചവര് നമുക്ക് മാറ്റി വെക്കാം. ചവര് ആവശ്യമില്ല. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കത്തിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സ് നല്ലോണം അവിടെ കിടന്ന് തിളച്ച് വരുന്നുണ്ട്. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 7-8 ഗ്രാമ്പ് ഉണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആ ഗ്രാമ്പ് മുഴുവൻ കോരി തിരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ മിക്സിയിലേക്ക് ഇട്ടപ്പോൾ അതിനൊരു കഞ്ഞി വെള്ളത്തിൻ്റെ ആ ഒരു ടൈപ്പ്, ആ ഒരു ടെക്സ്ചറും ആ ഒരു നിറമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ചെറിയൊരു റെഡിഷ് കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ വറ്റി വന്നിട്ടാണ് നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ അപ്പോൾ നമ്മുടെ ആ മിക്സി ചെറുതാക്കി ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കും. 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം കൂടിപ്പോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. കാരണം ജാമിനൊക്കെ നല്ല മധുരം വേണം. അപ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര കൂടി എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിന്. വേണ്ട അതിന് തിള വന്നുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക്. അപ്പോൾ കൈ വിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇതിന്. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് നിറം മാറുന്നു. നല്ലോണം ഒന്ന് മാറി വന്ന് ഇതിങ്ങനെ നല്ലോണം പതഞ്ഞ് വരും. പതഞ്ഞ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മേടിക്കൊന്നും വേണ്ട. അതൊന്നും താഴെ പോകത്തൊന്നുമില്ല. ഇപ്പോൾ നല്ലോണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത് അത് കറക്റ്റ് ആ ലെവലിൽ നിന്നോളും. നമ്മളെ പതഞ്ഞതൊന്നും പോകത്തില്ല. നല്ല കട്ടിയിൽ ഉണ്ടോ. അപ്പോൾ അതേ നമ്മുടെ ആ ഒരു മിക്സ് അത്യാവശ്യം നല്ല കട്ടിയിലായി വന്നിട്ടുണ്ട് കണ്ടോ. ആ ഒരു പരിവായി. അപ്പോൾ ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ ആ ഗ്രാമ്പ് ഒക്കെ അങ്ങോട്ട് ഇറക്കി കളയാം. അപ്പോൾ നമ്മുടെ ആ ഗ്രാമ്പും എല്ലാം നമ്മൾ കോരി മാറിയിട്ടുണ്ടോ. ഇത്രയും കട്ടി മതി. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇത്രയും കട്ടി മതി ജാമിന്. ഇത് നമ്മളൊരു 5-6 മണിക്കൂർ വെക്കണം. വെച്ച് കഴിഞ്ഞ് റെസ്റ്റ് കഴിയുമ്പോൾ ഇത് കറക്റ്റ് കട്ടിയിലാവും. അപ്പം കട്ടി ഇനി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ആ ഗ്യാസിലോട്ട് വെച്ച് ഒന്ന് ഇളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് കട്ടി വരും. അപ്പം ഇതൊന്നും കട്ടിയൊന്നും കുറവ് വരത്തില്ല. കറക്റ്റാണ്. ഇതിൻ്റെ കളറൊക്കെ ആ തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് കളറാവും. ഇതിലേക്ക് ഫുഡ് കളർ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അര നാരങ്ങയുടെ നീര്, ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഒരു പിടുത്തം അതിനുണ്ട് ചെറുതായിട്ട്. ആ ഒരു പിടുത്തം മതി. കണ്ടോ കാണാൻ തോന്നുന്നു. ഞങ്ങൾക്ക്
ആ ഒരു പിടുത്തം മതി. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 5-6 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം. 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതെ നമ്മുടെ ജാമ് ഞാനൊരു നൈറ്റ് ഫുള്ള് വെച്ചിട്ടാണ് എടുത്തത്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് സെറ്റ് ആയിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആയി പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതെ നമ്മുടെ ജാമ് അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തോന്നണം. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലുണ്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. കണ്ടോ, അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരുപാട് കട്ടിയായിട്ടില്ല, ഒരുപാട് ലൂസ് ആയിട്ടില്ല. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് കണ്ടപ്പോൾ അറിയാതെ ലൂസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് കട്ടിയാകുമെന്ന്. കുറച്ച് നേരം വെക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ കട്ടിയായി വന്നു. കണ്ടോ, ഇത് കറക്റ്റ് ആണ്. ഇതിലും കട്ടിയിലോട്ട് ആക്കേണ്ട ആവശ്യമില്ല, കാരണം ജാമിന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇതാണല്ലോ. അപ്പൊ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകരുത്. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു റെസിപ്പിയുമായി ഇനിയും നമ്മൾ വരുന്നതായിരിക്കും.